എറണാകുളത്ത് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെ കേട്ടോ. എന്താ നമ്മുടെ നാട്ടിൽ പൂരമായി, ചേങ്കത്ര പൂരം തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, നാട്ടിൽ വന്നപ്പോൾ ആദ്യം പോയത് കാവിക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൂരം ടൈമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന ആ ദിവസം തന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വിട്ടു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കണം ദൂരമുള്ളൂ അമ്പലത്തിലോട്ട്. ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോഴാണ് പോയോണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി പിടിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ കാവിലെത്തിയിട്ടോ. കണ്ടോ, ഇതൊക്കെ വന്നപ്പോൾ തന്നെ പൂരത്തിൻ്റെ ആ വൈബ് അയക്കണു. പൂരം തുടങ്ങുന്നതിന് 10 ദിവസം മുന്നേ തന്നെ ഈ ഐറ്റംസ് ഒക്കെ വരും കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട, പിന്നെ അതിൻ്റെ ത്രില്ലിലായിരിക്കും എല്ലാവരും അങ്ങോട്ട്. കാവിലെ കൂത്തൊക്കെ തുടങ്ങിയിട്ട് ഇന്നാണ് തൊഴുകാൻ വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാവില്. ഇനി പൂരം കഴിയണ വരെ നല്ല തിരക്കായിരിക്കും കാവില്. രാവിലെ വന്ന് തൊഴുകണേക്കാട്ടിലും രസമായിരിക്കും രാത്രി വന്ന് തൊഴുകണം. കാരണം എന്താ, ഡാൻസും പാട്ടും എല്ലാം അടിപൊളിയായിട്ട് നേരെ നിന്ന് കാണാം. നല്ല തിരക്കുണ്ടെങ്കിലും അമ്പലത്തിൽ കയറി തൊഴുതു കേട്ടോ. നല്ലപോലെ തൊഴുതു ദേവിയെ കണ്ടിട്ട്. കാവില് ഡാൻസും തിരുവാതിരക്കളി അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പൂരം കഴിയണവരെ ഓരോ പരിപാടികൾ കാവിലുണ്ടാവും കേട്ടോ. പിന്നെ അധികം നേരം ഞങ്ങൾ കാണാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് മടങ്ങാൻ നിന്നു. ഞാൻ ഈ നാളെ എറണാകുളത്തിലോട്ട് മടങ്ങും കേട്ടോ. ഇനി പൂരത്തിന് ഞാൻ വരികയാണെങ്കിൽ വരുള്ളൂ. ഇതൊക്കെ നല്ല പോലെ ഞാൻ മിസ് ചെയ്യും. കുഴപ്പമില്ല, ഇനി അടുത്ത പൂരത്തിന് എല്ലാ പ്രോഗ്രാമും കൂടണമെന്നുണ്ട്. ഇനി ഞാൻ പൂരത്തിന് വരുള്ളൂ കേട്ടോ. പൂരത്തിന് വന്നു എന്ന് പറയാം, അങ്ങനെയാണ് അവസ്ഥ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഏത് നേരം ഞങ്ങൾ ഈ പറമ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ, പൂരം കൂത്തു തുടങ്ങിയ ടൈം മുതൽ തന്നെ. പക്ഷെ നമുക്ക് എന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ അവിടെ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ അനിയന് വണ്ടി വേണം പറഞ്ഞ് അറിയണ്ടായിരുന്നു, കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവനാണെങ്കിൽ അമ്മേനെ വിളിച്ചു കൊണ്ടുപോട്ടോ കളിപ്പാട്ടുള്ള സ്ഥലത്തേക്ക്. അവനാണെങ്കിൽ ഏത് സാധനവും പറ്റണില്ല കേട്ടോ. പിന്നെ കുറേ കളിപ്പാട്ടം ഇരിക്കണോണ്ടോ അവൻ നല്ല കൺഫ്യൂഷനാണ്, ഏതെടുക്കണം. അപ്പം ലാസ്റ്റ് ഒരു വണ്ടി എടുത്തു കേട്ടോ. അതാണെങ്കിലോ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് തന്നെ ആ ചേട്ടൻ പറഞ്ഞു, എന്താ 60 രൂപയ്ക്ക് എടുത്തോ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടോ. അവനാണ് പറഞ്ഞത് ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ സൈഡിൽ കൂടെ എനിക്കും കിട്ടി. ഞാൻ പിന്നെ വലിയ മെച്ചൂടായതുകൊണ്ട് പിന്നെ ഐസ്ക്രീം ഒന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ അവനും മേടിച്ചപ്പോൾ എനിക്കും മേടിച്ചു തന്നു കേട്ടോ. പിന്നെ 10 മിനിറ്റ് നടക്കേണ്ട ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.